തിരുവനന്തപുരം കവടിയാറിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച ഒരു മരണം. പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. റോഡരികിൽ നിൽക്കുന്നവരെ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. മരിച്ച നൌഷിയുടെ ഭർത്താവടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് നേരെയാണ് നിയന്ത്രണം വിട്ട കാർ വന്ന് ഇടിച്ചത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഒരാൾ മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ നില എന്താണ്? സ്മൃതി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കവടിയാറിൽ വാഹനാപകടമുണ്ടാകുന്നത്. കുറവൻകോണം ഭാഗത്ത് നിന്ന് കവടിയാറിലേക്ക് വരികയായിരുന്ന കാർ ഇടിച്ചാണ് ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. ഈ കാൽനട പാതയിലൂടെ പോവുകയായിരുന്ന കാൽനട യാത്രക്കാരെയാണ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ നൌഷിജയാണ് മരിച്ചിരിക്കുന്നത്. ഈ അപകടത്തെ തുടർന്ന് ഈ പരിക്കേറ്റ നൌഷിജയെയും മറ്റ് 2 പേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് നൌഷിജയുടെ മരണം സംഭവിക്കുകയായിരുന്നു. മറ്റ് 4 പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട്. കൈക്കും കാലിനും ഒടിവുണ്ട് എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ കുറവൻകോണം സ്വദേശിയായ മോഹൻ തോമസ്, 77 വയസ്സ് പ്രായമുള്ള വ്യക്തി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മറ്റ് 3 വാഹനങ്ങളിലും ഈ വാഹനം ഇടിച്ചു. വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. ഈ പരിക്കേറ്റ ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ഇടപെട്ടാണ് ആദ്യം ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും നൌഷിജയുടെ മരണം സംഭവിച്ചു. ഈ ഭർത്താവിനൊപ്പമാണ് ഈ കാൽനട പാതയിലൂടെ നടന്നു പോയത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി അമിത വേഗതയിൽ വാഹനം എത്തുകയും ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്മൃതി, MG പ്രതീഷാണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.